ഞങ്ങൾക്ക് ജീവിക്കട്ടെ, ഞങ്ങൾ മനുഷ്യനല്ലേ, ഞങ്ങൾ മനുഷ്യനല്ലേ. എഴുതിയല്ലേ കൂട്ടിയിരുന്നു. ഇപ്പോൾ ഈ ചെറുക്കന് ആ ട്രാൻസ്ജെൻഡർ ഗുണ്ടകളെ അതിനകത്ത് ഇറക്കി വിടുന്ന ഇവരെ ഫ്രണ്ട് മരിച്ചു. ഇവർ ഈ കുഞ്ഞു കുഞ്ഞു അമ്മ ഉൾപ്പെടെ കേസെടുക്കണം. ജാതി പറഞ്ഞാൽ നിക്ഷേപിച്ച ജാതി പറഞ്ഞ് നടപടിയെടുക്കാതെ ഇവിടെ മാറില്ല. കുഞ്ഞില്ല ഈ റോഡിലിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം. കുഞ്ഞിനെ നിങ്ങൾ കുഞ്ഞിനെ പ്രവർത്തകനായ ഒരാളാണ് മുഖത്തടിക്കുകയും ജാതി അധിക്ഷേപം നടത്തുകയും അതുപോലെ തന്നെ മോശമായ രീതിയിലുള്ള ആംഗ്യം കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് BJP പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. പക്ഷേ പോലീസ് അടക്കം പറയുന്നത് ഈ റോഡിൽ നിന്ന് മാറണം, അല്ലാത്ത പക്ഷം ഈ റോഡ് വന്നപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ തങ്ങൾ മാറാൻ തയ്യാറല്ല. കാരണം മറ്റു ആളുകളാണ് പ്രകോപനം സൃഷ്ടിച്ചത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നടപടി അപ്പുറത്തായിട്ടാണ് ഈ ജനങ്ങളെ മർദ്ദിച്ചവരെടുക്കുന്നത്. എന്നിട്ട് പോലും നടപടി എടുക്കാതെ പോലീസ് ഒത്തുകളിക്കുകയാണ് BJP പ്രവർത്തകരുടെ. എന്താണ് പറ്റിയത്? കാണിച്ചു തരാവിടെ പിന്നെ ഇത് കഴിയട്ടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയവരുടെ വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലേ?
ഏരിയ പ്രസിഡന്റ് ചോദിച്ചതിനാണ് അമ്മേനെ ചീത്ത വിളിച്ചിട്ട് പോയത്. മകേഷ് വഞ്ചിയൂർ ഏരിയ പ്രസിഡന്റാണ്. അവർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അവരുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വന്നിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ എത്തിയിട്ടില്ല. പോലീസ് തയ്യാറാവുന്നില്ല. അത് പ്രതിഷേധിച്ചുകൊണ്ടാണ് വഞ്ചി റോഡ് പരാതി എഴുതി നൽകിയാൽ നടപടി എടുക്കാമെന്നാണ് ഒരുപാട് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ വരികയോ ബൂത്തോ അടച്ചിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പല പേപ്പറിൽ നമ്മൾ ഇടന്നു കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം നടന്ന കള്ളവോട്ട് ഇവിടെ നടന്നു. ആരും ചോദിച്ചിട്ടില്ല. എന്റെ വോട്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നതാണ് കള്ളവോട്ട്. ഇതിൽ വോട്ടെന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിലുള്ള വോട്ട് ആ വോട്ടർക്ക് വന്ന് അവരുടെ ID കാർഡ് കാണിച്ച് വോട്ട് ചെയ്യാനുള്ള റൈറ്റുണ്ട്. അവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചേർക്കൽ പ്രക്രിയ ആരംഭിച്ചപ്പോൾ മുതൽ വോട്ട് ചേർക്കുന്ന ജോലികൾ ഇവിടെ ഉള്ളവർക്ക് ചേർന്നു. അതെല്ലാം തന്നെ ഓൺലൈനിൽ ചേർക്കുന്നതാണ്. ആ ഓൺലൈനിൽ ചേർന്ന വോട്ടുകൾ ആ വോട്ടർമാർ വന്ന് ചെയ്യുന്നു. ഇപ്പം ഇത് ആ സമയം മുതൽ ഇവർക്ക് അറിയാം ഇവിടെ ജയിക്കില്ല. അപ്പോൾ മുതൽ ഇവർ വോട്ട് ചേർക്കുന്ന ജോലിയൊന്നും ചെയ്യില്ല. അതൊക്കെ മെനക്കെട്ട ജോലിയല്ലേ, അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വോട്ട് ചേർക്കുന്ന പ്രക്രിയയെല്ലാം പൂർത്തീകരിച്ച് ശേഷം വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്, ആ വോട്ട് കരട് പ്രസിദ്ധീകരിക്കും. 4 പ്രാവശ്യം ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കും. ഇത് നോക്കിയാ ഒന്നാം പോകും. ട്രാൻസ്ജെൻഡർ 0 ഇതൊന്ന് നോക്കിയാ ഇതൊന്ന് നോക്കിയാ ട്രാൻസ്ജെൻഡർ ഉണ്ട്. ട്രാൻസ്ജെൻഡർ 0 ഇത് 2ാം ബൂത്താണ്. നോക്കിയാ ഇത് 1ാം ബൂത്തിന്റെ കാണിച്ചു തരാം. നോക്കിയാ ഇത് 1ാം ബൂത്തിന്റെ ലിസ്റ്റില് ഇവിടെയും ട്രാൻസ്ജെൻഡർ 2ാം ബൂത്തല്ലേ? 2ാം ബൂത്ത്. 1ഉം 2ഉം 1ഉം 2ഉം 1ഉം 2ഉം അല്ല 5നും 6നും ഇല്ല. 6നും ഇല്ല. ട്രാൻസ്ജെൻഡർ ഇല്ല. പിന്നെ എങ്ങനെയാണ് അവർ ഇവിടെ വന്നത്? എങ്ങനെ അവർ ഇവിടെ വന്നത്? അതാണ് തെളിവ്. 1 ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 0 നോക്കിയാ. ഒരു സെക്കൻഡ്. ട്രാൻസ്ജെൻഡർമാരുണ്ട് ഇല്ല. ആ ആളാണ് ഇവിടെ വന്ന അവര് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് മകനാണ്. ഏരിയ പ്രസിഡന്റ് മകനാണ്. ഞാൻ ഏരിയ പ്രസിഡന്റ് മകനാണ് ഇദ്ദേഹം. അതെ, അടിച്ചു. ഈ ട്രാൻസ്ജെൻഡർ വോട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് അടിച്ചത്. അവരെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് അടിച്ചത്.
ഇത്ര നേരം അവർക്ക് പരാതിയില്ല അതെന്താ സാർ പഠിക്കട്ടെ ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യും പോലീസുകാരുടെ മുമ്പിൽ കേട്ടാ ഈ സാരിയുടെ കളർ കൊണ്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ ഭാര്യയാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ ഒതുങ്ങി നിന്ന് എന്നെയാണ് വന്ന് കാണിക്കുക. ഞാൻ തലയിങ്ങനെ ഭാര്യയാണെന്ന് ആടി എന്നെ കള്ളത്തിനത് ഈ അഡ്രസ് ഉള്ളവരാണ് ഈ വന്ന് കാണിക്കുന്നത്. ഈ വാർഡിലെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് വന്ന് ഇത് അക്രമം ചെയ്തിരിക്കുന്നത്. പോലീസ് ഞങ്ങൾ ഇത് രണ്ടാമത്തെ പരാതി രാവിലെ കള്ള വോട്ടിന്റെ പേരിൽ ഞങ്ങൾ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. അതിനിടയ്ക്ക് ഞങ്ങൾ തടയാൻ ശ്രമിച്ചപ്പോൾ അവന്മാർ വന്ന് ഞങ്ങളെ തള്ളക്കി ഞങ്ങളുടെ ക്വാളിറ്റിയൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു. അധിക്ഷേപിച്ചതിന്റെ പേരില് അവർ വീണ്ടും ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ വന്നില്ലല്ലേ ബൂത്ത് ഓഫീസിൽ 100 മീറ്റർ വരുന്നില്ലാണ് ആവശ്യം. സാറിന്റെ കണ്ണിൽ നടക്കുന്ന ഒരു നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് ആവശ്യമില്ലാത്ത പ്രശ്നം അതിന്റെ ഫ്രണ്ട് വെച്ചില്ല എന്നെ അടിച്ചോളൂ. അവർക്കിപ്പോ വോട്ട് പോലും എന്തിനാണ് അവരിവിടെ വന്നിരിക്കണേ? പറയുന്ന അവർക്ക് ഐഡിയ പ്രൂഫ് ഉണ്ട്, എല്ലാ പ്രൂഫും ഉണ്ട്, അഡ്രസ് ഉണ്ട്, എന്തുകൊണ്ട് വോട്ട് ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ എനിക്ക് 58 വയസ്സായി. ഈ 58 വയസ്സിനകത്ത് ഈ ഒരു വ്യക്തിയെ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഞങ്ങൾ വെരിഫിക്കേഷൻ നടത്തിയാണ് വോട്ടർ ലിസ്റ്റ്. എന്നിട്ടൊന്നും ഈ വ്യക്തികളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഇത് എവിടെ നിന്ന് വന്നെന്ന് കേട്ടപ്പോൾ നീ ആരടി ചോദിക്കുക, നീ സ്ഥാനാർത്ഥിയുടെ ഭാര്യയാണെങ്കിൽ നീ വീട്ടിൽ ചെന്ന് നിന്റെ ഭർത്താവിനെ ഭരിച്ചാൽ മതി, നീ നിങ്ങളെ ഭരിക്കാൻ വന്നെന്ന് പറഞ്ഞ് എന്നെ വരട്ടി. ആദ്യം എൻ്റെ ക്വാളിറ്റിയെ വരട്ടി, ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. ഇവർ AJ പ്രസിഡന്റാണ്, അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. ഈ പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ആ പറഞ്ഞതിനെ 1-2 പോടി എന്ന് വേണ്ടാത്ത വൃത്തികെട്ട വാക്കുകളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവർക്കെതിരെ പരാതിയുണ്ട് സ്റ്റേഷനിൽ കൊടുത്തിട്ട് മണിക്കൂർ 5 ആയി. ഇന്ന് ഇത്രയും നേരമായിട്ട് യാതൊരു വരെ നിയമ നടപടി എടുത്തിട്ടില്ല. പോരാത്തതിനാണ് ഇപ്പം ഈ കരമന ജയവൻ ചേട്ടൻ വന്ന് സംസാരിച്ച് ചാനലുകൾക്ക് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പോയതിന് ശേഷമാണ് ഈ ആക്രമണം വീണ്ടും അഴിച്ചുവിട്ടത്.
അതായത് തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ ആക്രമണം തുടങ്ങി. അപ്പൊ അവർക്കെതിരെ നമ്മൾ വിമർശിക്കാൻ പാടില്ല, അവരെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് എതിരെ. അപ്പൊ ഇത് വർഷകാലം കൊണ്ട് ഇവിടെ നടന്നു വരുന്ന കാര്യമാണ്. അത് ഞങ്ങൾക്ക് അതിനൊരു അവസാനം ഇപ്പം വേണം. ഈ ഇലക്ഷൻ പോലീസ് കണ്ടു നിന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറയരുത്, നിങ്ങൾ സാറേ കണ്ടോണ്ട് നിൽക്കുന്ന കാര്യമല്ല, അതിന് സാറിന് വേണ്ട നടപടികൾ എടുത്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ എടുക്കാം എന്നുള്ള ഒരു ആക്ഷനല്ലാതെ വേറെ ഒരു തരത്തിൽ അവർ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് നേരിട്ട് പരാതി തരൂ, എന്നാൽ ഞങ്ങൾ ആക്ഷൻ എടുക്കാം. എന്നിട്ട് എടുത്തില്ലല്ലോ. അത് ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പഠിച്ചൊക്കെ വരുമ്പോൾ ഇവിടത്തെ എല്ലാം കഴിയില്ലേ? അപ്പോൾ പോലീസിന്റെ ഒത്താശയോടെ ഈ തെരഞ്ഞെടുപ്പ് മാത്രമാണ് അലങ്കോലമാക്കാൻ ട്രാൻസ്ജെൻഡറെ CPM ഇറക്കി എന്നാണ് അനുമാനിക്കുന്നത്. അതെ, അതാണ് കറക്റ്റ്. വോട്ടില്ല. അതാണ് എന്നെ അടിക്കാൻ വന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ചു, നിനക്ക് ഇവിടെ അഡ്രസ് ഉണ്ടാടിയെന്ന്. നീ ആരാടിയെന്നാണ്. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടെ അഡ്രസ് ഉണ്ടാടി. നിനക്ക് അഡ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ കാലത്തിൽ അടിക്കാൻ വന്നത്. അപ്പം ഞാൻ തല മാറ്റിയത്. ഈ കാറിന്റെ മറവിലാണ് ഞാൻ എവിടെയാണ് നിന്നത്. നിന്ന് എന്നെ എത്തി അടിക്കാൻ വന്നു. അവിടെ ഉള്ളവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അതാണ് സ്ഥാനാർത്ഥിയുടെ ഭാര്യയാന്ന്. ഈ റസും കൂടെ ആയപ്പോൾ അവർക്ക് പെട്ടെന്ന് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ തല മാറ്റിയതിൻ്റെ പേരിൽ എനിക്ക് അടി കിട്ടാതെ ഇവരെ അടിച്ചടിയാണ് അവരെ കൊച്ചുമോക്ക് കിട്ടിയത്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ട്. അപ്പോൾ ഇതിനൊരു അവസാനം വേണ്ടേ? ഇതിനൊരു അവസാനം വേണം. അത് നേരിട്ട് ഞങ്ങൾ ഇത് അവസാനിപ്പിക്കും. ഞങ്ങൾക്ക് ഇവിടെ ഗുണ്ടായുസം മതിയാക്കാം. മഞ്ചൂർ ബാബുവിന്റെ ഗുണ്ടായുസം അവസാനിപ്പിച്ചിട്ടേ ഞങ്ങൾക്ക് ഇതിന് അതോടെ മഞ്ചൂർ ബാബുവിന്റെ ഈ ഗുണ്ടായുസം അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് മാനവ മര്യാദയായിട്ട് നമുക്ക് നടക്കണം. പുറത്തുവിട്ടിട്ട് പോലും അതിന് ഞങ്ങൾ കൊടുത്തു. ഇത്ര വോട്ടുകൾ ഇലക്ഷന് മുന്നേ പരാതി കൊടുത്തു. ഈ ട്രാൻസാക്ഷൻ ഇവിടെ വോട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഒരു വ്യക്തിക്ക് പോലും ഇവിടെ വോട്ടില്ല. ഇലക്ഷൻ കമ്മീഷനും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫ്ലാറ്റിൽ 50 വോട്ട് കൊടുത്തിട്ടുണ്ട്, കള്ള വോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു അഡ്രസ്സിൽ 13 വോട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി പരാതി കൊടുത്തു. എന്നിട്ട് ഇന്നേ വരെ ഒരുവിധ ആക്ഷൻ അവരെടുത്തിട്ടില്ല. അപ്പൊ അവരെയൊക്കെ ഇതിൽ ഉണ്ടെങ്കിൽ നേരത്തെ സംഭവിച്ചത് അതിലർത്തി ഒന്ന് ഇവരെ അടിച്ചു, ഇവരെ മോനെ അടിച്ചപ്പോ ഇവരെ അടിച്ചടിയ കുഞ്ഞിനും ഉണ്ട്. ഇത് മരണപ്പെട്ടവരെയും വിദേശത്ത് ഇരിക്കുന്നവരുടെ ആണ്. അതിൽ ഇവരുണ്ട്. നിങ്ങൾക്ക് നോക്കാം, എടുത്തോ. എന്തിനാണ് എഴുതിയിരിക്കുന്നത്? സീറോ തന്നെ എഴുതിയിരിക്കുന്നത്. സീറോ തന്നെ. ഞമ്മരെ കൊണ്ടുവന്ന് വോട്ടിടിക്കുന്നത് ആരെയാ നോക്ക്. 1, 2 ബൂത്തുകളില് ആരുമില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇപ്പൊ എത്ര കള്ളവോട്ട് ചെയ്യുന്നറിയാവോ? ബാക്കി നിങ്ങൾ നോക്ക്, വോട്ടർ പട്ടിക നോക്ക്. എവിടെ നോക്കുന്നത്? കളച്ചു വന്നു. ഞങ്ങൾ 7-8 പ്രാവശ്യം ഓരോ വീട്ടിലും കയറി ഇറങ്ങി നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാം എത്ര രോഗികൾ കിടക്കണ്ടെന്ന് നമുക്കറിയാം. വോട്ട് ചെയ്യാൻ പറ്റാത്തവര് വിദേശത്ത് പോയുള്ളവരറിയാം കേട്ടോ. വിദേശത്ത് ദുബായി പോയിരിക്കുന്നവരെ അറിയാം, വെളിയിൽ പോയിരിക്കുന്നവരെ USA പോയിരിക്കുന്നവരെ അറിയാം. പക്ഷേ ഇങ്ങനൊരു സാധനത്തിന് നമ്മുടെ ഒരു വോട്ടർ പട്ടികയിലും ഇല്ല, ഒരു വീട്ടുകളിലും ഇല്ല. ഇത്ര വോട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ എഴുതി 5-6 ഇപ്പൊ വെച്ചിട്ടുണ്ട്. അവിടെ വോട്ടുണ്ട്, ഇവിടെ കൊള്ളാം. നേരായ മാർഗത്തിലൊന്നും അല്ല ഈ ജയമൊന്നും. നമസ്കാരം. മഞ്ചൂരിൽ വ്യാപകമായി തന്നെ കള്ളവോട്ട് നടന്നു എന്ന് ആദ്യമേ തന്നെ, അതായത് രാവിലെ മുതൽ തന്നെ BJP ആരോപിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് BJP മഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പക്ഷേ പോലീസ് ഉച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് പരാതി സ്വീകരിക്കാനോ അതിന്മേലുള്ള തുടർ നടപടികൾ എടുക്കാനോ, അതായത് FIR ഉൾപ്പെടെയിട്ട് രജിസ്റ്റർ ചെയ്യാനോ ഒന്നും പോലീസ് മുതിരുന്നില്ല എന്നൊരു ആക്ഷേപം രാവിലെ മുതൽ തന്നെ, അതായത് ഉച്ചയോടുകൂടി തന്നെ BJP വലിയ രീതിയിൽ ശക്തമാക്കിയിരുന്നു. ഉച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത കരമന ജെയിൻ തന്നെ മാധ്യമങ്ങളെ ഒരു പ്രസ് മീറ്റ് വിളിക്കുകയും വഞ്ചൂർ കോടതിയുടെ മുമ്പാകെ വന്നിട്ട് തെളിവ് സഹിതം ഹാജരാക്കി, അതായത് വഞ്ചൂരിൽ 250-ൽ കൂടുതൽ കള്ളവോട്ടുകൾ CPM നടത്തി എന്ന് വ്യക്തമായ ഒരു തെളിവുകൾ കാണിക്കുകയുണ്ടായി. അതായത്
രാവിലെയോടുകൂടി തന്നെ 13 പരം ട്രാൻസ്ജെൻഡേഴ്സിനെ CPM-കാർ മഞ്ചൂരിൽ ഇറക്കി അവർക്ക് അവിടെ ഒന്നും വോട്ടൊന്നുമില്ല. എന്നിട്ട് അവിടെ വെച്ചൊരു കള്ളവോട്ട് നടത്താനുള്ള ഒരു ശ്രമം നടന്നു. ഇത് BJP ആദ്യം തന്നെ കണ്ടുപിടിക്കുന്നു. അതോടൊപ്പം തന്നെ അത് വലിയൊരു സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നു. വൈകുന്നേരത്തോടുകൂടി ശക്തമായ തെളിവുകൾ സഹിതം BJP ഓരോന്നായി പുറത്തേക്ക് വിട്ടതോടുകൂടി CPM-ന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഇതിനെ തടയാനുള്ള, അതായത് ഒരു സംഘർഷത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. BJP-യുടെ വനിതാ പ്രവർത്തകരെ അടക്കം അസഭ്യമായ ആംഗ്യങ്ങൾ കാണിക്കുന്നു, അശ്ലീല ആംഗ്യങ്ങൾ കാണിച്ച് അവരെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും പോലീസിന്റെ ഭാഗത്ത് നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. BJP-യുടെ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടും പോലീസ് അവിടെ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് മഞ്ചൂരുണ്ടായത്. അവിടെ മഞ്ചൂർ ഭാഗത്ത് തന്നെ BJP-യും CPM-ഉം തമ്മിൽ ഈ ഇന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പോലീസിന്റെ സ്ട്രൈക്കിംഗ് ടീം അടക്കം അവിടെ ഒരു നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഒരു ആക്രമണത്തിലേക്ക് ഒരു സംഘർഷത്തിന്റെ സാധ്യതയ്ക്ക് കൊണ്ടുപോയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അത് നോക്കുകുത്തിയായിട്ട് CPM-ന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിലയിലേക്കാണ് അവിടെ കാര്യങ്ങൾ നിന്നത്. BJP-യുടെ പ്രവർത്തകരെ അടക്കം ആക്രമിച്ചിട്ടും പോലീസിന് നേരെ അവിടെ വെച്ച് തന്നെ BJP പ്രവർത്തകർ പരാതി നൽകിയിട്ടും അതിന്മേൽ ഒരു പരാതി പോലീസുകാർ എടുത്തിട്ടില്ല. അത് പഠിച്ചതിന് ശേഷമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ലാഘവത്തോടെയാണ് പോലീസ് ആ ഒരു പരാതിയെ നോക്കിക്കണ്ടത്. കൂടാതെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇറക്കിക്കൊണ്ട് തന്നെ ആക്രമിക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കം ആദ്യമേ തന്നെ ഒരു ഗൂഢാലോചന തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് മഞ്ചൂരിലെ 2ാം ബൂത്തിലാണ് ഒരു വലിയ രീതിയിലൊരു വോട്ട് അട്ടിമറി അല്ലെങ്കിൽ വ്യാപകമായ ഒരു കള്ളവോട്ട് നടന്നത് എന്ന് തന്നെയാണ് BJP വ്യക്തമായ തെളിവുകൾ പുറത്തിറക്കി പറയുന്നത്. അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന ഒരു പ്രധാന കാര്യം, ബൂത്തിൽ വോട്ടുകളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അതെല്ലാം തന്നെ വീഡിയോ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ മഞ്ചൂരിലെ 2ാം ബൂത്തിൽ വീഡിയോ ക്യാമറ ഓഫ് ആയ ഒരു നിലയിലായിരുന്നു. അതിൽ ബാറ്ററി ചാർജ് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു മുഴുവൻ ന്യായം പറഞ്ഞിട്ടാണ് അവർ അങ്ങനത്തെ ഒരു സമീപം കൊണ്ടത്. അതിനുശേഷം മൊബൈലിലാണ് റെക്കോർഡ് ചെയ്തത്. അതൊരു സുതാര്യതയല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലിയിൽ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് BJP പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റീപോളിംഗ് നടത്തണമെന്ന് തന്നെയാണ് BJP ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ മേലധികാരികൾക്ക് വലിയ രീതിയിൽ ഒരു പരാതി കൊടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നിലവിൽ ഇപ്പോഴും മഞ്ചൂരിൽ CPM-ഉം BJP-യും തമ്മിൽ ഏത് സമയം വേണമെങ്കിലും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാം, അല്ലെങ്കിൽ ഒരു അടി ഉണ്ടാകാം എന്നൊരു സാഹചര്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. മഞ്ചൂർ ഏരിയ മൊത്തത്തിൽ ഇപ്പോൾ പോലീസിന്റെ കർശനമായ സുരക്ഷാ വലയത്തിലാണ്.